ഒരു കഥാപ്രസംഗത്തിൻ്റെ ആവിഷ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം. വിശ്വസാഹിത്യകാരനായ ലിയോൺ ടോൾസ്റ്റോയുടെ വിശ്വസുന്ദരിയായ അനശ്വര കഥാനായിക അനീസിയ. പുഷ്പിത ജീവിതവാടിയിലോ രപ്സര സുന്ദരിയാണനീസ്യ. പുഷ്പിത ജീവിതവാടിയിലോ രപ്സര സുന്ദരിയാണനീസ്യ. പൂവണിഞ്ഞു നിൽക്കുന്ന ജീവിതയാരാമത്തിൽ ദേവകന്യകയെപ്പോലൊരു നായിക അനീസ്യ. പുഷ്പിത ജീവിതമാടിയിലോ ഒരപ്സര സുന്ദരിയാണനീസ്യ. പക്ഷെ അവൾക്ക് ആരാധകരില്ല താവനീതൻ ആരോമൽ നായികയാണനീസ്യ. ആരാധകരില്ല താവനീതൻ ആരോമൽ നായികയാണനീസ്യ. പുഷ്പിത ജീവിതമാടിയിലോരപ്സര സുന്ദരിയാണനീസ്യ. അവൾക്കൊരു ഭർത്താവുണ്ട്, 77-ലെത്തിയ പാടുവൃദ്ധൻ. പണക്കാരനാണ്, സുഖമില്ല, ചികിത്സയൊക്കെ കാര്യമായി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ദാഹമേ തീവ്രത ദാഹം ദാഹിച്ചു വാണനീസ്യ. ദാഹമേ തീവ്രത ദാഹം ദാഹിച്ചു വാണനീസ്യ. പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സര സുന്ദരിയാണനീസ്യ. ആ വീട്ടിലൊരു ബാല്യക്കാരനുണ്ട്, ചെറുപ്പക്കാരനായ സുന്ദരനായ നികിത. പ്രേണസൗന്ദര്യമോലും മേഴികളും നീലരേഖ പോൽ മിന്നുന്ന വീശയും നീലച്ചൂരുൾ മൂടിത്തങ്ക താമരപ്പൂവിതളിൽ സുവർണം. നീലച്ചൂരുൾ മൂടിത്തങ്ക താമരപ്പൂവിതളിൽ സുവർണം. സൗമ്യഭാവം യജമാനഭക്തി സൗമനസ്യം സമചിത്തവൃത്തി. ആ നാട്ടിൽ ഒരു വൃദ്ധനുണ്ട്. ബൈബിളിലെ 10 വാക്യങ്ങൾ പാടി നടക്കുന്ന, എപ്പോഴും ബൈബിളിലെ 10 വാക്യങ്ങൾ പാടി നടക്കുന്ന ഒരു പാടുവൃദ്ധൻ, നികിതയുടെ അച്ഛൻ. നികിതയെ കാണാൻ വേണ്ടി അനീസയുടെ വീട്ടിൽ ആ വൃദ്ധൻ കൂടെ വരാറുണ്ട്. ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് പാടിപ്പുകഴ്ത്തി നടക്കുന്നത് പോലെയുള്ള വിശ്വാസമൊന്നും അദ്ദേഹത്തിൻ്റെ കെട്ടിയോൾക്കില്ല. കിളവി പറയുന്നത് സ്വർഗമൊന്നും നമുക്ക് വേണ്ട, ഉണ്ടെങ്കിൽ അത് രൊക്കമായി ഇവിടെ കിട്ടണം. അങ്ങനെ ഒരു ഭയങ്കര തള്ള. അനീസയുടെ വീട്ടിൽ പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരി പെണ്ണുണ്ട്. ആദ്യഭാര്യയിൽ വൃദ്ധകാന്തനുള്ള അർക്കുലീൻ എന്ന പെൺകൊടി. ആദ്യഭാര്യയിൽ വൃദ്ധകാന്തനുള്ള അർക്കുലീൻ എന്ന പെൺകൊടി. അനീസയുടെ ആദ്യ ഭർത്താവിലുള്ള ആദ്യഭാര്യയിൽ വൃദ്ധകാന്തനുള്ള അർക്കുലീൻ എന്ന പെൺകൊടി. കാമദേവൻ കടഞ്ഞ രൂപമാണ് അർക്കുലീൻ എന്ന പെൺകൊടി. മറ്റാർക്കും കേൾക്കാൻ വേണ്ടിയല്ല, ആരോ വളരെ ശബ്ദം താഴ്ത്തി സ്വയം പാടി രസിക്കുന്നു. ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം നമുക്കും കേൾക്കാം. ആത്മനായകനെന്നൊരാവിൽ നിന്നാത്മനായകനെന്നൊരാവിൽ വന്നാൽ നീ എന്തു ചെയ്യും. കണ്ടില്ലേ ഒരു പൂമണിമേട? ആ പൂമണിമേടയുടെ പൂമുഖത്തു നിന്നാണ് ആ പാട്ട് കേൾക്കുന്നത്. ആത്മനായകനെന്നൊരാവിൽ വന്നാൽ നീ എന്തു ചെയ്യും. അവളവിടെ നിൽക്കുന്നു, ആ അപ്സര സുന്ദരി അനീസ്യ. അവൾ ആ നിലക്കണ്ണാടിയിൽ നോക്കി സ്വന്തം പ്രതിബിംബത്തോട് അവൾ ചോദിക്കുകയാണ്, നിന്നാത്മനായകനെന്നൊരാവിൽ വന്നാൽ നീ എന്നെന്തു ചെയ്യും. അവൾ വീണ്ടും പുറത്തേക്ക് നോക്കുന്നുണ്ട്, വീണ്ടും വന്ന് കണ്ണാടിയിൽ നോക്കും. നിന്നാത്മനായകനെന്നൊരാവിൽ വന്നാൽ നീ എന്തു ചെയ്യും. പെട്ടെന്ന് അകത്തു നിന്ന് ആരോ വിളിക്കുന്നുണ്ട്, അനീസ്യ. അവൾ അകത്തേക്ക് നോക്കി, എന്ത് വേണം അനീസ്യ? ഇപ്പോൾ വന്ന് മരുന്ന് ഒഴിച്ചു തന്നല്ലേ ഉള്ളൂ, ശാന്തമായി കിടക്ക്. അവൾ വീണ്ടും കണ്ണാടിയിൽ നോക്കി. വാർമുടി രണ്ടായി വകഞ്ഞു പിന്നെ ചേലിൽ റിബൺ കെട്ടി മാറിലിട്ടു.
വാർമുടി രണ്ടായി വകഞ്ഞു പിന്നി ചേലിൽ റിബൻ കെട്ടി മാറിലിട്ടു. കൊച്ചമ്മ കൊച്ചമ്മ, എന്ത് വേണോടാ? പേടിച്ചു പോയല്ലോ. യജമാനൻ എന്ത് പറ്റി? ബോധമില്ല കിടക്കുന്നു. ആ നീ ചെല്ലി, ഞാൻ വന്നേക്കാം. അവൾ വീണ്ടും കണ്ണാടിയിൽ നോക്കി. ഇന്ന് ആത്മനായകനെന്നുരാവിൽ വന്നിടും വന്നാൾ നീ നെന്തു ചെയ്യും? അനീസ്, നികിതാ, നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എന്തു വേണം കൊച്ചമ്മ? പുതിയ ഔഷധങ്ങളും തേടി തേടി പലയിടങ്ങളിൽ ഞാൻ സഞ്ചരിച്ചു. ഞാൻ പറയുന്നത് പൊന്നേ, മതിമരുന്നും മന്ത്രവാദവുമായി ചെലവഴിക്കേണ്ട ഒരു ചില്ലി പോലും. മരുന്നും മന്ത്രവാദവും മതി. 10 പൈസ പോലും ഇനി ചിലവാക്കണ്ട.